അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത തസ്കിയത്തുൽ വിൽദാനിന്റെ 4ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഈ പാഠത്തിലൂടെ പറയുന്നത് അതിഥിയെ സൽക്കരിക്കുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ. അതിഥിയെ സൽക്കരിക്കൽ വളരെ പുണ്യമാണ്. അത് ഏറ്റവും ഉത്തമ മാതൃകയാണ് സ്വഹാബാക്കൾ. ഒരു സ്വഹാബി അതിഥിയെ സൽക്കരിച്ചപ്പോൾ അള്ളാഹു തന്നെ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിന്റെ സൽക്കാരം. ഏതാണ് സ്വഹാബി? ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. നോക്കൂ, ലിയാഫത്തുൻ അജിബല്ലാഹു മിൻഹ, അള്ളാഹു അത്ഭുതപ്പെട്ട വിരുന്ന് സൽക്കാരം. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, ഒരാൾ നബി തങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇന്നി മജ്ഹൂദുൻ, ഞാൻ വിശന്ന് വലഞ്ഞൊരു വ്യക്തിയാണ്. ഫഅർസല ഇലാ ബഅലി നിസാഇഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒരു ഭാര്യയിലേക്ക് ആളെ വിട്ടു. ഫഖാലത്, അപ്പോൾ മഹദി പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖി മാ ഇൻദി ഇല്ലാ മാഉൻ, ഹഖ് കൊണ്ട് അങ്ങേ നിയോഗിക്കപ്പെട്ട അല്ലാഹു തന്നെയാണ് സത്യം, എൻ്റെ അടുക്കൽ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. സുമ്മ അർസല ഇലാ ഉഖറ, പിന്നെ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയക്കുന്നത്? എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ, അതിഥിക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായിരുന്നു ഓരോ ഭാര്യയിലേക്കും നബി തങ്ങൾ ആളെ വിടുന്നത്. ഫഖാലത്, രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു, മിസ്ല ദാലിക്, ഒന്നാമത്തെ ഭാര്യ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അടുക്കൽ ഒന്നുമില്ല. ഹത്താ ഖുൽന കുല്ലുഹുന്ന മിസ്ല ദാലിക്, ചുരുക്കത്തിൽ എല്ലാ ഭാര്യമാരും പറഞ്ഞു എൻ്റെ അടുക്കൽ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് പറയുന്നത്, ലാ ഇല്ലാ വല്ലദീ ബഅസക ബിൽ ഹഖി, ഹഖ് കൊണ്ട് അങ്ങേ നിയോഗിച്ച അല്ലാഹു തന്നെയാണ് സത്യം, മാ ഇൻദി ഇല്ലാ മാഉൻ, എൻ്റെ അടുക്കൽ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ചുരുക്കത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് ഒരു ഭക്ഷണവും ഇല്ലായിരുന്നു എന്നർത്ഥം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുളീഫു ഹാദൽ ലൈല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ യുളീഫു ഹാദൽ ലൈല, ഈ രാത്രി, ഇന്നത്തെ രാത്രി ആരാണ് അതിഥിയെ സൽക്കരിക്കുക? കാരണം അദ്ദേഹത്തെ സഹായിക്കണമല്ലോ. വിശന്ന് വലഞ്ഞ ഒരു വ്യക്തിയെ, ഒരു അതിഥി സഹായിക്കണമല്ലോ. അപ്പോൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോടാണ് സഹായം ചോദിച്ചത്. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അദ്ദേഹത്തെ സൽക്കരിക്കാം. ഫന്തലഖ ബിഹി ഇലാ റഹ്ലിഹി, അങ്ങനെ അതിഥിയുമായി ആ സ്വഹാബി തന്റെ വീട്ടിലേക്ക് പോയി. ഫഖാല ലിഇംറഅതിഹി, തന്റെ ഭാര്യയോട് പറഞ്ഞു, അക്രിമി ലൈഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിഥിയെ സൽക്കരിക്കൂ. ഫീ റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഖാല ലിഇംറഅതിഹി ഹൽ ഇൻദകി ശൈഉൻ, തന്റെ ഭാര്യയോട് പറഞ്ഞത്, നിന്റെ അടുക്കൽ വല്ലതുമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഖാലത്, ഭാര്യ പറഞ്ഞു, ലാ ഇല്ലാ ഖൂത സിബിയാനി, ഒന്നുമില്ല എൻ്റെ മക്കൾക്കുള്ള ഭക്ഷണമല്ലാതെ, അത് മാത്രമേ ഉള്ളൂ. ഖാല, അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഫഅല്ലിലീഹിം ബിശൈഇൻ, കുട്ടികളോട് വല്ല കാരണവും പറഞ്ഞേക്കാം. കുട്ടികള് വിശന്ന് കരയുമ്പോൾ വേറെന്തെങ്കിലും പറഞ്ഞു കാണാൻ അവർ വിശപ്പ് മാറ്റാന്നർത്ഥം. എന്നാലും അതിഥിയെ നമുക്ക് സൽക്കരിക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. വൈദ അറാദുൽ അശാ ഫനവ്വിമീഹിം, സദ്യ ഭക്ഷണം ഉദ്ദേശിച്ചാൽ ഭക്ഷണം കഴിക്കാനാകുമ്പോൾ അവരെ ഉറക്കിക്കോളൂ. വൈദ ദഖല ലൈഫുന, അങ്ങനെ നമ്മുടെ അതിഥി കടന്നു വന്നാൽ ഫഅത്ഫി സിറാജ, വിളക്ക് അണക്കൂ. അരീഹി അന്നാനകുലു, നാം തിന്നുന്നത് അഭിനയിക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ തിന്നാനുള്ള ഭക്ഷണമേ ഉള്ളൂ. അപ്പോൾ വീട്ടുകാർക്ക് ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോൾ ഈ വന്ന അതിഥിക്ക് തിന്നാൻ കഴിയില്ല. അപ്പോൾ
അതിഥി ഇവർക്ക് ഭക്ഷണം ഇല്ല അറിയാതിരിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു? ലൈറ്റ് കെടുത്തിക്കോ, വിളക്ക് കെടുത്തിക്കോ, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? അതിഥി അറിയില്ലല്ലോ, അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? തിന്നുന്നത് പോലെ അഭിനയിക്കാം. ഫഖഅദു വഅകല ലൈഫ്, അങ്ങനെ അവര് ഇരുന്നു, അതിഥി ഭക്ഷണം കഴിച്ചു. വബാതാ ത്വാവിയൈനി, അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും വിശന്നവരായി. ഫലമ്മ അസ്ബഹ ഗദൻ, അങ്ങനെ പ്രഭാതമായപ്പോൾ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് അജിബല്ലാഹു മിൻ സ്വനിഇകുമാ ബിളൈഫികുമൽ ലൈല, ഇന്നലത്തെ രാത്രി നിങ്ങൾ അതിഥിയെ കൊണ്ട് നിങ്ങൾ ചെയ്തത് അല്ലാഹു അത്ഭുതപ്പെട്ടു. ഇന്നലത്തെ രാത്രി നിങ്ങളുടെ അതിഥിയെ കൊണ്ട് നിങ്ങൾ ചെയ്തത് കണ്ട് അല്ലാഹു തന്നെ അത്ഭുതപ്പെട്ടു. ഉൻളുർ ഇലാ ഹാദ സ്വഹാബിയിൽ കരീം വ ഇലാ സൗജത്തിഹിൽ കരീമ, ഉദാരമതികളായ സ്വഹാബിയിലേക്കും തന്റെ ഭാര്യയിലേക്കും നീ നോക്കൂ. മാദാ ഹമലഹുമാ അലാ ഹാദ സുലൂക്കിൽ അലീം, ഈ മഹത്തായ സ്വഭാവ ഗുണത്തിന് അവരെ പ്രേരിപ്പിച്ച ഘടകമെന്താണ്? ഇന്നമാ ഹുവ അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അത് അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തിനെ കൊണ്ടുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള ഉറച്ച വിശ്വാസമാണ്. വീട്ടുകാർ വിശന്നാലും അതിഥി ഭക്ഷണം കഴിക്കട്ടെ, അതിഥിയുടെ വിശപ്പ് അകറ്റട്ടെ എന്നവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഇവരുടെ വിരുന്ന് കൊണ്ട് അത്ഭുതപ്പെട്ടതും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ലൈഫഹു, അതിഥിയെ സൽക്കരിക്കട്ടെ. അതിഥിയെ വേണ്ട പോലെ സൽക്കരിക്കാൻ നമുക്കും അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. നോക്കൂ, അൽ മുലാഹദാത്തുൻ നഹ്വിയ, നഹ്വിൽ പഠിപ്പിക്കുന്നത് അൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയായ ജുംലയാണ്. എന്താണ് ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ? അൽ കലാമു ജുംലത്തുൻ മുഫീദ. കലാം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമുള്ള വാചകമാണ്. വൽ ജുംലത്തു ഫഇലിയത്തുൻ ഔ ഇസ്മിയത്തുൻ, ജുംല ഫഇലിയായിരിക്കും അല്ലെങ്കിൽ ഇസ്മിയായിരിക്കും. ഒരു വാചകം ഇസ്മിയായിരിക്കും അല്ലെങ്കിൽ ഫഇലിയായിരിക്കും. വൽ ജുംലത്തുൽ ഇസ്മിയത്തു, ഇസ്മിയായ ജുംല തതറക്കബു മിൻ മുബ്തദഇൻ വ ഖബരിൻ, മുബ്തദഉം ഖബറും കൂടിയതാണ് ഇസ്മിയായ ജുംല. എന്താണ് ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ? മുബ്തദഉം ഖബറും കൂടി ഉണ്ടായതാണ് ഇസ്മിയായ ജുംല. കമാ അന്നൽ ജുംലത്തുൽ ഫഇലിയത തതറക്കബു മിൻ ഫിഇലിൻ വഫാഇലിൻ, ഫഇലിയായ ജുംല ഫഇലും ഫായിലും കൂടെ ഉണ്ടായതാണ്. ഫഇലും ഫായിലും ഉൾപ്പെട്ട ഒരു സെന്റൻസ് ആണ് ഫഇലിയായ ജുംല. മുബത്തദും ഖബറും കൂടി ഉൾപ്പെട്ട ഒരു ജുംലയാണ്, ഒരു വാചകമാണ് ഏത്? ഇസ്മിയായ ജുംല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു സെന്റൻസ് അഥവാ ജുംല ഇസ്മിയായ ജുംലയോ ഫഇലിയായ ജുംലയോ ആയിരിക്കും, രണ്ടാലൊന്നായിരിക്കും എന്നർത്ഥം. അൽ അംസിലെ ഉദാഹരണങ്ങൾ നോക്കൂ. അൽ ജുംലത്തുൽ ഫഇലിയ, ഫഇലിയ ജുംലക്ക് ഉദാഹരണം 1, ജാഅ റജുലുൻ, ഒരാള് വന്നു. ഇവിടെ ജാഅ ഫീൽ, റജുൽ ഫായില്. അപ്പൊ ഇതൊരു ജുംലയാണ്, ഒരു സെന്റൻസ് ആണ്, ഒരു അർത്ഥമുള്ള വാചകമാണ്. അൽ ജുംലത്തുൽ ഇസ്മിയ ഉദാഹരണം അൽ ലൈഫു ജാഇഉൻ, അതിഥി വിശന്നു വലഞ്ഞവനാണ്. ലൈഫ് നോക്കൂ, സെഷൻ പറയുന്നുണ്ട് വിശദീകരിച്ച്. 2, യഅ്കുലുൽ ലൈഫു, അതിഥി ഭക്ഷണം കഴിക്കുന്നു. യഅ്കുലു ഫീൽ, ലൈഫ് ഫായിൽ. അശംസു ത്വാലിയത്തുൻ, സൂര്യൻ ഉദിക്കുന്നു. ഷംസ് മുബത്തദ, ത്വാലിയത്തുൻ ഖബർ. 3,
ലാ യഫ്ലിഹുൽ കസ്ലാൻ, മടിയൻ ഒരിക്കലും വിജയിക്കൂല. ലാ യഫ്ലിഹു ഫിഅല് കസ്ലാനു ഫാഇൽ. അൽ ഹർറു ഷദീദുൻ, ശക്തമായ ചൂട്. ഹർറ് മുബ്തദ, ഷദീദുൻ ഖബർ. ഇനി നോക്കൂ ഉദാഹരണങ്ങൾ, അതിന്റെ വിശദീകരണം. ഒന്ന്, അല്ലൈഫ് മുബ്തദഉൻ മർഫൂഉൻ. ലൈഫുൻ അല്ലൈഫു ജാഇഉൻ എന്നുള്ളത് ലൈഫ് അവിടെ റഫ് ചെയ്യപ്പെട്ട മുബ്തദ ആണ്. അല്ലൈഫു റഫാണ്, ലമ്മാണ്. ജാഇഉൻ ഖബറുൻ മർഫൂഉൻ, റഫാക്കപ്പെട്ട ഖബറുമാണ്. ഇഅ്റാബ് റഫാണ് എന്നർത്ഥം. രണ്ട്, അശംസു എന്നുള്ള മുബ്തദഉൻ മർഫൂഉൻ, റഫാക്കപ്പെട്ട മുബ്തദ. ത്വാലിഅത്തുൻ എന്നുള്ളത് ഖബറുൻ മർഫൂ, റഫാക്കപ്പെട്ട ഖബർ. മൂന്ന്, അൽ ഹർറ് മുബ്തദ മർഫൂ, റഫാക്കപ്പെട്ട മുബ്തദ. ഷദീദുൻ റഫാക്കപ്പെട്ട ഖബർ. ഇനി നോക്കൂ നെക്സ്റ്റ് പേജിലെ തദ്രീബാത്ത് നഖറു നമുക്കൊന്ന് വായിക്കാം. അക്രിം അക്രിമ അക്രിമു, അക്രിമി അക്രിമ അക്രിംന, അല്ലിൽ അല്ലില അല്ലിലു, അല്ലിലി അല്ലില അല്ലിൽന, നവ്വിം നവ്വിമ നവ്വിമു, നവ്വിമി നവ്വിമ നവ്വിംന, അത്ഫി അത്ഫിഅ അത്ഫിഉ അത്ഫിഇ അത്ഫിഅ അത്ഫിഇന, അരി അരിയ അറു, അരി അരിയ അരീന. ഇത് അംറ് സർഫാക്കുകയാണ്. കൽപ്പനയുടെ മേൽ അറിയിക്കുന്ന ഫീലാണ് അംറ്, അത് സർഫാക്കിയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഇനി നക്തബുൽ മാന, അർത്ഥം എഴുതുക. വാക്കർത്ത് എഴുതാനാണ്. മജ്ഹൂദുൻ, വിശന്ന് വലഞ്ഞവൻ. റഹ്ലുൻ, വീട്. കൂത്തുൻ, ഭക്ഷണം. അഷാഉൻ, സദ്യാഭക്ഷണം. ഖാവിൻ, വിശന്നവൻ. സ്വനിയൻ, ചെയ്തവൻ. അസ്സുലൂക്ക്, സ്വഭാവഗുണം. സിറാജ്, വിളക്ക്. ഇനി നക്തശിഫ് സിയാഖ്, സന്ദർഭ ഇതാനാണ്. ഒന്ന്, ഇന്നി മജ്ഹൂദുൻ, ഞാൻ വിശന്നു വലഞ്ഞവനാണ്. സന്ദർഭം എന്ന് പറഞ്ഞാൽ ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ് സന്ദർഭം ഇതേണ്ടത്. ഇവിടെ ഇന്നി മജ്ഹൂദുൻ, ഞാൻ വിശന്നു വലഞ്ഞവനാണെന്ന് ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞതാണ്, ഞാൻ വിശന്നു വലഞ്ഞവനാണ്. അതാണ് ഇന്നി മജ്ഹൂദുൻ. ഇനി രണ്ടാമത്തത്, അനയാ റസൂൽ അല്ലാഹ്, ആരാ പറഞ്ഞത്? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ സൽക്കരിക്കാം. എന്താണ് സന്ദർഭം? വിശന്നു വലഞ്ഞ ഒരാൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ എല്ലാ ഭാര്യമാരിലേക്കും ആളെ വിട്ടു. പക്ഷേ അവരടുക്കൽ ഒന്നും ഉണ്ടായില്ല, വെള്ളമല്ലാതൊന്നുമില്ല. അവസാനം സ്വഹാബികളോട് ചോദിച്ചു, ഇന്ന് ആരാണ്, ഈ രാത്രി ആരാണ് സൽക്കരിക്കുക? അപ്പോ അൻസാറിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ അദ്ദേഹത്തെ സൽക്കരിക്കാം. ഇതാണ് സന്ദർഭം. മൂന്നാമത്തെ, ഫഅല്ലിഹിം ബിശൈഇൻ, കുട്ടികളോട് വല്ല കാരണവും പറഞ്ഞേക്കാം എന്ന് ആര് ആരുടെ എപ്പം പറഞ്ഞു എന്നുള്ളതാണ്. നബി തങ്ങളുടെ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയ സ്വഹാബി ഭാര്യയോട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഭാര്യ പറഞ്ഞു, ഒന്നുമില്ല, കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ. അപ്പോ ആ സ്വഹാബി പറഞ്ഞതാണ്, ഫഅല്ലിഹിം ബിശൈഇൻ, കുട്ടികളോട് വല്ല കാരണവും പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക, തൽക്കാലം മാറ്റി നിർത്താം. അതാണ് സന്ദർഭം. ഇനി നാലാമത്തത്, ലഖദ് അജിബല്ലാഹു മിൻ സ്വനിയകുമാ ബിളൈഫികുമാ അല്ലൈല, ഇന്നലത്തെ രാത്രി നിങ്ങളുടെ അതിഥികളുമായി നിങ്ങൾ ചെയ്തത് കണ്ട് അള്ളാഹു അത്ഭുതപ്പെട്ടു. ആര് ആരോട് പറഞ്ഞു എന്നുള്ള. അൻസാറുകളിൽപ്പെട്ട സുഹാബി ഒരു അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ വീട്ടിലെ കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുണ്ടായിരുന്നില്ല. അപ്പോ അവര് കുട്ടികളെ ഉറക്കിക്കെടുത്തി. അതിഥി വന്നപ്പോ വിളക്ക് കെടുത്തി അദ്ദേഹത്തെ അതിഥിയെ ഭക്ഷണം കഴിപ്പിച്ചു. അങ്ങനെ അവര് ഭക്ഷണം കഴിക്കാതെ വിശന്നുകൊണ്ടാണ് അവരന്ന് രാത്രി ഉറങ്ങിയത്. ഈ വിരുന്നാണ് അല്ലാഹു തആല അത്ഭുതപ്പെട്ടത്. ഇനൽ വാജിബുൽ മൻസിലി, ഹോംവർക്കാണ്. ഒന്ന്, നക്തുബ് സലാസ ജുമലിൻ ഫെയിലിയ ജുംലക്ക് 3 ഉദാഹരണം. 2, നക്തുബ് സലാസ ജുമൽ ഇസ്മിയ ജുംലക്ക് 3 ഉദാഹരണങ്ങൾ എഴുതാനാണ്. നോക്കിക്കോളൂ. അതിന് നമുക്ക് തദ്രീബാത്തിൽ കൊടുത്ത ഉദാഹരണങ്ങൾ എടുക്കാം.
അൽ ജുംലത്തുൽ ഫീലിയ 3 ഉദാഹരണം. ജാ റജുലുൻ, യഅകുലു ലൈഫു ലാ യഫ്ലിഹുൽ കസ്ലാൻ. ഇസ്മിയ ജുംലക്ക് ഉദാഹരണം അൽ ലൈഫു ജാഇഉൻ, അശ്ശംസു ത്വാലിഅത്തുൻ, അൽ ഹർറു ഷദീദുൻ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല അറിവും വിവേകവും നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.